ഈ തെക്കേ മഠത്തിൽ ഭഗവതി ഇളകൊണ്ടിരിക്കണമെന്നറിഞ്ഞ് മുത്തശ്ശൻ കാർന്ന ഒരു തന്ത്രിയെ വരുത്തി. അർച്ചന ബിംബവുമായിട്ടാ തന്ത്രി വന്നത്. മുഹൂർത്തമായപ്പോ തന്ത്രി മോഹാത്സ്യപ്പെട്ടു വീണു. അന്ന് രാത്രി മഠത്തിലെ കന്യക പെൺകുട്ടി കാവില് വിളക്ക് കത്തിക്കാൻ പോയപ്പോ ഒരു മയില് പറന്നു വന്ന് മരക്കൊമ്പിലിരുന്നു. പിന്നെ കന്യകയെ നോക്കി വട്ടം പറന്ന് ഒറ്റപ്പീലികൾ പൊഴിക്കാൻ തുടങ്ങി. കാവ് മുഴുവൻ പീലികൾ കൊണ്ട് നിറഞ്ഞപ്പോ മഠത്തിലെ ആൾക്കാർ കാണുന്നത് അന്തരീക്ഷം നിറയെ പറന്നു നടക്കുന്ന പീലിത്തുമ്പുകൾക്കിടയിലൂടെ കന്യകയെ കൈപിടിച്ച് നടക്കുന്ന ഒരു തേജസ്സുറ്റ പയ്യൻ നമ്പൂതിരിയെയാണ്. കന്യകയെ പടവുകളിൽ നിർത്തി നേരെ കുളത്തിൽ മുങ്ങി നമ്പൂരി. പിന്നെ പൊങ്ങി വന്നില്ല. ആൾക്കാർ കുളം മുഴുവൻ മുങ്ങിത്തെറിഞ്ഞു. കിട്ടിയത് കുറെ പീലികളാ, കൂടെ ഭഗവതിയുടെ വിഗ്രഹവും. ആ വിഗ്രഹ പിന്നീട് മഠത്തിൽ പ്രതിഷ്ഠ വെച്ചത്.